നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ മദർ പ്ലാന്റ്സിൻ്റെ ഒരു സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്ത ആ സ്റ്റമ്പയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത അതിലെ കണ്ണ്, അതായത് ബഡ്, ആ ബഡിൻ്റെ വ്യത്യാസങ്ങളും അത് എത്ര ടൈപ്പ് ബഡ് ഉണ്ടെന്നും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളും അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ഇല, ഈ തള്ളി നിൽക്കുന്ന ഈ ബഡിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ ഇലകൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്തിടണം. ഇത് ശരിക്കും നല്ല പ്യുവർ ബ്രൗൺ ആയിട്ടില്ല. പ്യുവർ ബ്രൗൺ നമുക്കിവിടെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ബ്രൗൺ ആയ ഒരു കമ്പാണ് നമ്മൾ കണ്ടിച്ചെടുത്തേക്കണത്. അപ്പോൾ നമുക്ക് കമ്പിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് തരം കണ്ണാണുള്ളത്. ഒന്ന് സി കണ്ണും മറ്റേത് ഇലക്കണ്ണ് എ കണ്ണ് എന്നൊക്കെ പല സ്ഥലത്തും പല പേര് പറയും. 2 ടൈപ്പ് കണ്ണാണുള്ളത്. അതിൽ ഇലക്കണ്ണിന് അല്ലെങ്കിൽ എ കണ്ണിന് തന്നെ 2 ഐറ്റം ഉണ്ട്. ബ്രൗണും ഉണ്ട്, ഗ്രീനും ഉണ്ട്. സി കണ്ണിനും ബ്രൗണും ഉണ്ട്, ഗ്രീനും ഉണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ചോട്ടിൽ ബ്രൗൺ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എടുക്കുന്നതിനാണ് ബ്രൗൺ ബഡെന്നും, മുകളിലേക്ക് പച്ചപ്പ് കൂടി വരുന്ന സ്ഥലത്തു നിന്ന് എടുക്കുന്ന കണ്ണിനാണ് ഗ്രീൻ ബഡെന്നും പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് 2 കണ്ണൊന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ അകത്തെ വ്യത്യാസം, ബ്രൗൺ ബഡും ഗ്രീൻ ബഡും തമ്മിൽ അകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തും അരിയുണ്ട്. അരി മുളച്ചാണ് ഈ പുതിയ തൈ ഉണ്ടാവുന്നത്. അതിനകത്തും അരിയുണ്ട്. കാഴ്ചയിൽ തന്നെ അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. പുറമേയുള്ള വ്യത്യാസമുള്ള ഈ ബ്രൗണും ഗ്രീനും നമ്മളെ വ്യത്യാസമാണ് പുറമേ കാണാനുള്ളൂ. അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ ബഡും ഗ്രീൻ ബഡും ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം, ഏത് ബഡാണ് നല്ലത്, ബ്രൗൺ ആണോ ഗ്രീൻ ആണോ അല്ലെങ്കിൽ സീ കണ്ണാണോ, ഇതിലേത് വെച്ചാലാണ് നല്ല തൈ ഉണ്ടാകുന്നതെന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഈ കണ്ണ് എങ്ങനെയായാലും ബഡ് ചെയ്യുന്ന തൈയിനെയും ബഡിങ് ചെയ്യുന്ന രീതിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ മുള ഉണ്ടാവുന്നത്. നമ്മൾ എന്തോരം നല്ല കണ്ണ് അല്ലെങ്കിൽ എന്തോരം നല്ല ബഡ് കൊണ്ടുവന്ന് തൈയെ കൊണ്ടുവന്ന് വെച്ചാലും ആ തൈ കെയർ ചെയ്യാതെ വന്നാലോ അല്ലെങ്കിൽ അതിന് സമയത്ത് വളമിടാതെ അല്ലെങ്കിൽ അങ്ങനെ വന്നാലോ നമ്മൾ എന്ത് നല്ല ബഡ് വെച്ചു എന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് മുളച്ചു വരില്ല. ഈ ബ്രൗൺ ബഡും ഗ്രീൻ ബഡും സീ കണ്ണോ അങ്ങനെ ഏത് വെച്ചാലും മുളയ്ക്ക് വ്യത്യാസം വരാൻ വളരെ സാധ്യത കുറവാണ് പൊതുവെ. അതിനെ നമ്മളെ വെക്കുന്ന തൈ കെയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്.